ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയ്ക്ക് പുറത്തേക്ക് പോകുന്നത് ആരാണെന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാമിലി റൗണ്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആരാകും പുറത്തേക്ക്, പ്രത്യേകിച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എവിക്ഷനും ഈ പറയുന്നത് പോലെ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ടാസ്കുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച കണ്ടന്റുകൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നിലപാടുകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഒരു നല്ലൊരു ശതമാനം എവിഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു ഫെയിമുമായിട്ട് വന്നിരിക്കുന്ന കുറെ കണ്ടസ്റ്റൻസിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. കുറച്ച് PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതല്ലാതെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവരെ ഒന്നും ഈ ഒരു സീസണിൽ നിലനിർത്തുന്നില്ല. കുറച്ച് മണ്ടന്മാരായിട്ടുള്ള പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസ് മലയാളം കാണുന്നത് എന്ന് വേണം പറയാൻ. കാരണം നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആരെയും അവിടെ നിർത്തുന്നില്ല. കണ്ടന്റ് കൊടുക്കാത്ത കുറെ ആൾക്കാരെ അവിടെ വീണ്ടും വീണ്ടും നിർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ നോമിനേഷനിലുള്ളത് ലക്ഷ്മി, നൂറ, നെവിൻ, അനുമോൾ, സാബുമാൻ, ജിസേൽ, ഒനീൽ, ആദില. മൊത്തം 8 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ആഴ്ചയിൽ കംപ്ലീറ്റ്ലി നമുക്കൊരു പ്രേക്ഷക സപ്പോർട്ടോട് കൂടി സേഫ് സോണിൽ നിൽക്കുന്ന ആരൊക്കെയാണ്, അല്ലെങ്കിൽ വോട്ടുകളൊക്കെ കുറഞ്ഞ് ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. അൺഒഫീഷ്യൽ ആയിട്ടുള്ള പോളുകളും അതുപോലെ തന്നെ ഓഡിയൻസ് ട്രെൻഡും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ അനുമോള്, ജിസേല്, ആദില, നൂറ ഇവരൊക്കെ ഒരു പരിധി വരെ സേഫ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിലും വോട്ടുകളും കാര്യങ്ങളും ഒക്കെ അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്നുണ്ട്. ബട്ട് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് എന്നൊന്നും ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല. അത് എവിടുന്നാണ് ഇവർക്കൊക്കെ വോട്ട് വരുന്നത് എന്നും സോഷ്യൽ മീഡിയ പോളുകളൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ പുറത്തു പോകണമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ടെങ്കിലും ചില അൺഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നടക്കുന്ന പോളുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഇവർക്കൊക്കെ വോട്ടുകൾ കാണുന്നുണ്ട്. ചിലതൊക്കെ PR ഏജൻസികൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ അത്യാവശ്യമെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സേഫ് സോൺ ലിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് നമ്മുടെ സാബുമോൻ, നെവിൻ, ഒനീൽ ഇവർ 3 പേരുമാണ് ഡേഞ്ചർ സോണിൽ നിലവിൽ ഈ ഒരു ആഴ്ച നിൽക്കുന്നത്. അതിൽ നമ്മുടെ ഒനീലും നെവിനുമാണ് നല്ല രീതിയിൽ വോട്ട് കുറവ് കാണുന്നത്. സാബുമോൻ പിന്നെയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഇവരുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഒനീലൊക്കെ അത്യാവശ്യമെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലും ബെറ്റർ ആയിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഒനീലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നിലേക്ക് വരുന്നുണ്ട്. ബട്ട് പ്രേക്ഷക സപ്പോർട്ടൊന്നും കാണാനില്ല. എന്തുകൊണ്ടാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യാതെ ഇരിക്കുന്നത് എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ നെവിൻ പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല പുറത്തേക്ക് പോകുന്നതിൽ, അല്ലെങ്കിൽ മുന്നേ തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരാളായിരുന്നു. ആദ്യം കണ്ട ആ ഒരു എന്റർടൈനർ എന്നുള്ള ഒരു പേരൊക്കെ മാറി ഇപ്പം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാബുമോൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവര് രണ്ടുപേരിൽ ഒനീല് അതുപോലെ തന്നെ നമ്മുടെ നെവിൻ ഇവർ രണ്ടുപേരിൽ ഒരാളാകണം പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ. അതുപോലെ തന്നെ സാബുമോനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പിന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു ട്വിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലേക്ക് നല്ല രീതിയിലുള്ള ഒരു വെറുപ്പ് പുറത്തു നിന്ന് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില ബോളുകളിൽ വോട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിലവിൽ സേഫ് സോണിലാണ് കാണുന്നത്. ബട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദിലെ ഈ ഒരു എവിക്ഷനിലേക്ക് ഇടാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിലോ അതിന്റെ തൊട്ടടുത്ത ആഴ്ചയിലോ ആദിലെ എന്താണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കളയാനുള്ള സകല സാധ്യതകളുമുണ്ട്. ഒരു ട്വിസ്റ്റ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ബിഗ് ബോസ് എപ്പോഴും ഒരു ട്വിസ്റ്റിനെ കേന്ദ്രീകരിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയാകാനും പ്രേക്ഷകർക്കിടയിൽ ഒരു ത്രില്ലിംഗ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ അവർ മാക്സിമം ശ്രമിക്കും. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ ഡേഞ്ചർ സോണിൽ എന്ന് പറയുന്നത് നമ്മുടെ സാബുമോൻ, ഒനീൽ അതുപോലെ തന്നെ നെവിൻ ഇവർ 3 പേരിൽ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ 2 പേരായിരിക്കണം ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ. അതുപോലെ ആദിലെ നമുക്ക് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്താൻ സാധിക്കും. ഒരു ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദിലേനെയും പുറത്തേക്ക് കളയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക. ഈ ഒരാഴ്ച ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത്? അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.